ഇറാനിൽ നിന്ന് പുതിയതായി വന്ന ഒരു വീഡിയോ ആണിത്. ഇത് കണ്ടാൽ മിഠായി പേക്കാക്കുകയാണ് എന്ന് തോന്നിപ്പോകരുത്. നേരെ മറിച്ച് ഇത് തോക്കുകളുടെ ബുള്ളറ്റുകളാണ് ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക ഏത് സമയത്തും ഒരു കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന ഇന്റലിജൻസ് വിവരം ഇപ്പോൾ ഇറാൻ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാനിലുള്ള ജനങ്ങളെല്ലാം തോക്കുമായി അമേരിക്കൻ സൈനികരെ കാത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. മാത്രമല്ല, IRGCയുടെ തലവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കരയുദ്ധത്തിനാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്, അമേരിക്കൻ സൈനികർക്ക് വെൽക്കം ചെയ്യുകയാണ് ഇറാന്റെ IRGC ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങളെല്ലാം തോക്കും തിരയുമായി കാത്തിരിക്കുകയാണെങ്കിൽ ഈ സൈന്യത്തിന് എങ്ങനെ ഇറാന്റെ ടെറിറ്ററിയിലേക്ക് കടക്കാൻ സാധിക്കും? കാണുന്ന ആളുകളെല്ലാം മിലിറ്ററികളെ, ഈ അമേരിക്കൻ സൈനികരെ വെടിവെക്കാൻ ഒരുങ്ങിയാൽ എന്തു ചെയ്യും? അപ്പോൾ വലിയ ഗുരുതരമായ ഒരു സാഹചര്യമായിരിക്കും അമേരിക്കൻ സൈനികരെ കാത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇറാൻ നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ സൈനികരുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. അതാണ് അമേരിക്കക്ക് തന്നെ ഇറാനിലേക്ക് കാലുകുത്താൻ വലിയ പ്രതിസന്ധിയാകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ റഡാറുകളോ മിസൈലുകളോ ഇതൊന്നും പ്രസക്തിയില്ല. കാരണം കാണുന്ന സൈനികരെ എല്ലാം വെടിവെക്കാൻ വേണ്ടി ഇറാനിലെ മുഴുവൻ ജനങ്ങളും തയ്യാറെടുത്താൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയുകയില്ല, ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഇവിടെ രസകരമായ കാര്യം, ഇറാനിലെ ജനങ്ങളെല്ലാം ഭരണകൂടത്തിനെതിരാണ്, അവിടെയുള്ള പ്രക്ഷോഭകരെ എല്ലാം അടിച്ചൊതുക്കുകയാണ് ഇറാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക്, ഇറാനിലെ ജനങ്ങൾക്ക് ഇതാ സഹായം വരുന്നു എന്നാണ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നെതന്യാഹുവും ട്രംപും പറഞ്ഞിരുന്നത്. അതായത് ജനങ്ങളെല്ലാം സർക്കാരിനെതിരാണ്, അമേരിക്കയുടെ ഈ യുദ്ധം കാത്തിരിക്കുകയാണ് അതിനെ വരവേൽക്കാൻ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യം അങ്ങനെയല്ല, ജനങ്ങളെല്ലാം തിരിച്ചാണ്. പ്രൊപ്പഗണ്ട മാത്രം പടച്ചുണ്ടാക്കി അതിലൂടെ മൊസാദിന്റെ ഏജന്റുമാര് ചില നീക്കങ്ങൾ നടത്തി ഒരു രാഷ്ട്രത്തെ തകർക്കാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ശ്രമം നടത്തിയതായിരുന്നു. പക്ഷെ ആ മൊസാദിന്റെ എല്ലാ വലയങ്ങളെയും ഇറാൻ പൊളിച്ച് കയ്യിൽ കൊടുത്തതോടുകൂടെ ഇപ്പോൾ ഈ മൊസാദിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇറാനിൽ ഇല്ലാതായി പോയിരിക്കുകയാണ്. ഖാംനയുടെ ജനാസ സംസ്കരണത്തിന്റെ ഭാഗമായി തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരുമിച്ച് കൂടിയത്. ഇത് തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങളെല്ലാം അവിടെ ഭരണകൂടത്തിനൊപ്പം തന്നെയാണ്. അമേരിക്കയും ഇസ്രയേലിനെയും വരവേൽക്കാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ മൊസാദ് അല്ലാതെ അവിടെ ആരുമില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തിയതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ അമേരിക്കയെ ചെറുതായൊന്നുമല്ല ബുദ്ധിമുട്ടാക്കുക, ഇത് വലിയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് നൽകുന്നത്.